ഇപ്പോൾ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് എ.കെ. ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയും ബി.ജെ.പിയിൽ ചേർന്നു. ഇത് കേരള രാഷ്ട്രീയത്തിൽ ചലനങ്ങളുണ്ടാക്കുമോ എന്നുള്ളതാണ് മാധ്യമങ്ങളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചിലർ പറയുന്നു പത്മജ വേണുഗോപാലിന് അങ്ങനെ വോട്ട് പിടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല, അനിൽ ആൻ്റണിക്ക് കേരളത്തിലെ ആളുകളെ അറിയില്ല എന്നുള്ളതൊക്കെയാണ്. ഏതായാലും അനിൽ ആൻ്റണി എ.കെ. ആൻ്റണിയുടെ മകനാണ്. പത്മജ വേണുഗോപാൽ കെ കരുണാകരൻ്റെ മകളാണ്. ആൻ്റണിയും കരുണാകരനുമാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ബിംബങ്ങളായിരുന്നത്. ഏതാണ്ട് ഒരു 3 ദശകക്കാലത്തോളം കോൺഗ്രസ്സിലെ മുടിചൂടാ മന്നന്മാരായി 2 ഗ്രൂപ്പുകളുടെ നേതാവായിട്ടാണ്. അതായത് ഒന്ന് ആൻ്റണി ഗ്രൂപ്പ്, ഒന്ന് കരുണാകരൻ ഗ്രൂപ്പ്. 2 പേരും കേരളത്തിലെ മുഖ്യമന്ത്രിമാരായിരുന്നു. ദേശീയ തലത്തിലാണെങ്കിൽ 2 പേരും അറിയപ്പെടുന്ന നേതാക്കളാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ദേശീയ തലത്തിൽ ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ വർക്ക് ചെയ്തിട്ടുണ്ട്, മന്ത്രിമാരായിരുന്നിട്ടുണ്ട്. വയലാർ ദേശീയ തലത്തിൽ പ്രവർത്തിച്ച ആളാണ്. കെ.പി. ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു, C.M. സ്റ്റീഫൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ തന്നെ ദേശീയ തലത്തിലുണ്ടെങ്കിൽ പോലും ദേശീയ തലത്തിൽ പേരുള്ള അല്ലെങ്കിൽ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പരിഗണന കിട്ടുന്ന 2 നേതാക്കന്മാർ. കാരണം അവരായിരുന്നു യഥാർത്ഥ നേതാക്കന്മാർ, കെ കരുണാകരനും എ.കെ. ആൻ്റണിയും. അതിൽ ആൻ്റണി ഇടക്കാലത്ത് CPM-ൻ്റെ കൂടെ പോയി തിരിച്ചു വന്നു. കരുണാകരൻ അങ്ങനെ പോയിട്ടില്ല. പക്ഷേ അവസാനം കരുണാകരൻ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന സമയത്ത് DIC ഉണ്ടാക്കി ഒരു CPM-വുമായി ധാരണയുണ്ടാക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ മുരളി പോയ അത്ര ദൂരത്തിൽ കരുണാകരൻ പോയില്ല. കരുണാകരൻ അതിന് മുമ്പ് തന്നെ തിരിച്ചു വന്നു. അതിനുശേഷം മുരളിയും തിരിച്ചു വന്നു. അപ്പം ഇവിടെ പ്രശ്നം ഇതല്ല. കേരളത്തിലെ പൊളിറ്റിക്കൽ ഗെയിൻ അല്ല ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കങ്ങൾക്ക് പിറകിലുള്ളത്. ബി.ജെ.പി ഇതിനകത്തുനിന്ന് ഒരു ഇലക്ട്രൽ ഗെയിൻ, താൽക്കാലികമായൊരു ഇലക്ട്രൽ ഗെയിൻ അല്ല ബി.ജെ.പി ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ആവശ്യം. കോൺഗ്രസ് മുക്ത ഭാരത് എന്നൊക്കെ ബി.ജെ.പി പറയാറുണ്ട്. ഞാൻ ഈ ഇലക്ട്രൽ ഗെയിൻ അല്ല എന്ന് പറയാൻ കാരണം, നമുക്ക് നേരെ ബീഹാറിലേക്ക് പോവാം. ബീഹാറിൽ എന്താണ് ചെയ്തത്? ബീഹാറിൽ ബി.ജെ.പി നിതീഷ് കുമാറിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ് ബീഹാറിലുള്ളത്. ഇതൊരു ഇലക്ട്രൽ ഗെയിനിനല്ല എന്ന് പറയാൻ കാരണം 40 സീറ്റുള്ള ബീഹാറിൽ ബി.ജെ.പിക്ക് നിതീഷ് കുമാറിനെതിരായ അല്ലെങ്കിൽ ലാലു പ്രസാദിനെതിരായ ഒരു വികാരം വളർത്തിയെടുത്തുകൊണ്ട് ബി.ജെ.പി ശക്തമായ അടിത്തറയുള്ള പാർട്ടിയാണ്. പിന്നോക്ക വിഭാഗങ്ങളെ, പട്ടികജാതി വിഭാഗങ്ങളുടെ നേതാക്കന്മാരെയൊക്കെ കൂടെ നിർത്തി, മാഞ്ചിയെയും അങ്ങനെയുള്ള നേതാക്കന്മാരെയും LJP ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് ശക്തമായൊരു പോരാട്ടത്തിലൂടെ 40 സീറ്റിലൊരു 30 സീറ്റെങ്കിലും ബി.ജെ.പിക്ക് മാത്രം കിട്ടുമായിരുന്നൊരു അവസരമാണ്. ആ അവസരത്തിലാണ് നിതീഷ് കുമാറിനെ ബി.ജെ.പി പാളയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം ബീഹാറിൽ ഇലക്ഷൻ ജയിക്കുക എന്നതായിരുന്നില്ല നിതീഷ് കുമാറിനെ കൊണ്ടുവന്നതിൻ്റെ പിറകിലുള്ള കാര്യം. മറിച്ച് നിതീഷ് കുമാർ ആരാണ്? നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിൻ്റെ, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സഖ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ പരിഗണിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കൺവീനറായി പരിഗണിക്കപ്പെട്ടിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു ഒരു വേളയിൽ പ്രതിപക്ഷ സഖ്യം രൂപീകരിച്ചിരുന്നത്. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ മുടിചൂടാ മന്നനായി വന്നിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ തന്നെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ പ്രതിപക്ഷ സഖ്യം പെട്ടെന്ന് തന്നെ അത് സ്തബ്ധമായിപ്പോയി. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. അല്ലാതെ ബീഹാറിലെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സ് അല്ലെ ഇലക്ട്രൽ ഗെയിൻ അല്ല ബി.ജെ.പി അവിടെ ഉദ്ദേശിച്ചിരുന്നത്. അവിടെ ഉയർന്നു വന്നിരുന്ന, അതായത് ബി.ജെ.പിക്കെതിരായിട്ട് കർണാടകത്തിലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു പ്രതിപക്ഷ സഖ്യം. ആ പ്രതിപക്ഷ സഖ്യത്തെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നിതീഷ് കുമാറിനെ ബി.ജെ.പി പാളയത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു താൽക്കാലികമായ ഒരു പ്രദേശത്തെ ഇലക്ട്രൽ ഗെയിൻ അല്ല. അതായത് പത്മജ വേണുഗോപാലിനും അനിൽ ആൻ്റണിയെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ പെട്ടെന്നങ്ങ് മറിച്ച് കളയാം എന്നുള്ളൊരു ചിന്തയിലല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ വിശ്വാസ്യതയെ തകർക്കുകയാണ്. കോൺഗ്രസ് വിശ്വസിക്കാൻ പറ്റില്ലാത്ത പാർട്ടിയാണ്. കോൺഗ്രസിനെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം. അപ്പോൾ കോൺഗ്രസിനൊരു ചേരുവയുണ്ട്. ആ കോൺഗ്രസിൻ്റെ ചേരുവ എന്ന് പറഞ്ഞാൽ അത് ബി.ജെ.പിക്ക് ഒരു പരിധിവരെ സ്വീകാര്യമായ ഒരു ചേരുവയാണത്. ഒരുപക്ഷെ മുസ്ലിം ലീഗ് പോലത്തെ വർഗീയ ചുവയുള്ള പാർട്ടികളുമായിട്ട് ബി.ജെ.പിക്ക് ഒരിക്കലും സഹകരിക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെപ്പോലെ വിദേശത്തെ പ്രത്യയശാസ്ത്രത്തെ നോക്കി നിൽക്കുന്ന വൈദേശിക നീക്കങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്വത്വത്തെ ഉൾക്കൊള്ളാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബി.ജെ.പിക്ക് ഒരുമിച്ച് പോകാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസ്സിൽ ബി.ജെ.പിക്ക് ചേരാവുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്.
കാരണം കോൺഗ്രസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും അടിത്തറയിൽ നിന്ന് അല്ലെങ്കിൽ ഏറ്റവും കേന്ദ്രബിന്ദുവായി നിന്ന പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് തന്നെ ഇന്ന് BJP ചിന്തിക്കുന്നതിന് അനുകൂലമായി അന്ന് ചിന്തിച്ചിരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ലോകമാന്യ തിലകനെ പോലത്തെ ആളുകളുണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസിനെ പോലത്തെ ആളുകളുണ്ടായിരുന്നു, പുരുഷോത്തം ദാസ് ടണ്ടനെ പോലത്തെ ആളുകളുണ്ടായിരുന്നു, മദൻ മോഹൻ മാളവ്യയെ പോലത്തെ ആളുകളുണ്ടായിരുന്നു. ആ പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നത് ഒരു സ്വാഭാവികമായിട്ട് ഇന്ത്യയിലെ ആളുകൾ സ്വാഭാവികമായിട്ട് ഒരു നാച്ചുറൽ ഫ്ലോ കോൺഗ്രസ്സിനകത്തേക്ക് അതെല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഉണ്ട്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഴത്തിൽ വേരുറച്ചത് കൊണ്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് പോലെ തന്നെ സ്വാഭാവികമായും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കുണ്ടായിരുന്നു, ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടായിരുന്നു. അതൊരു ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനമായ പാർട്ടിയായി എന്നുള്ളതുകൊണ്ടാണ്. അവരാരും രാഹുൽ ഗാന്ധിയെ കണ്ടിട്ടല്ല കോൺഗ്രസ്സിലേക്ക് വരുന്നത്, സോണിയാഗാന്ധിയെ കണ്ടിട്ടല്ല കോൺഗ്രസ്സിലേക്ക് വരുന്നത്, രാജീവ് ഗാന്ധിയെ കണ്ടിട്ടല്ല കോൺഗ്രസ്സിലേക്ക് വരുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് നെഹ്റു കുടുംബം ഹൈജാക്ക് ചെയ്തെടുത്തതായിരിക്കാം. പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു സ്വാഭാവികമായ ഒരു പാർട്ടിയായിരുന്നു. അതിൻ്റെ ഒരു സ്വാഭാവികത ഇല്ലാതാക്കി സ്വാഭാവികമായ പാർട്ടി BJP ആണ് എന്ന് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കോൺഗ്രസിനെ തകർക്കുകയാണ് BJP സത്യത്തിൽ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ഒരുപാട് നേതാക്കന്മാരെ. അപ്പോൾ ആ നേതാക്കന്മാർ വന്നതുകൊണ്ട് അവിടെ ഇപ്പം കർണാടകത്തിൽ SM കൃഷ്ണ വന്നു, 1-2 സീറ്റ് കൂടുമോ എനിക്കറിയാൻ മേല. അതേസമയത്ത് മറ്റ് പല സ്ഥലത്തുനിന്നും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കന്മാരെ ഇലക്ട്രൽ ഗെയിൻസിന് വേണ്ടി BJP കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു. അദ്ദേഹത്തെ BJPയിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹം അസാമിലെ മുഖ്യമന്ത്രിയായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ BJPയുടെ കൺവീനറായിട്ട് മാറി. അതേപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് നേതാവായിരുന്നു സുവേന്ദു അധികാരി, അദ്ദേഹമാണെന്ന് ബംഗാളിലെ നേതാവ്. അങ്ങനെ എല്ലാ സംസ്ഥാനത്തും അശോക് ചവാൻ മഹാരാഷ്ട്രയിൽ നിന്ന് വന്നു. അതിനു മുമ്പും കോൺഗ്രസ് നേതാക്കൾ വന്നു. മധ്യപ്രദേശിൽ നിന്ന് വന്നു, രാജസ്ഥാനിൽ നിന്ന് വന്നു, ഗുജറാത്തിൽ നിന്ന് ഏതാണ്ട് ഒരുമാതിരി നേതാക്കന്മാരൊക്കെ വന്നു. അപ്പം കോൺഗ്രസ്സിനൊരു നാച്ചുറൽ ഫ്ലോ, ആ നാച്ചുറൽ ഫ്ലോ കോൺഗ്രസിൻ്റേത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. അങ്ങനെ കോൺഗ്രസിന് വിശ്വാസ്യത തകർക്കുക, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കുകയും ആ കോൺഗ്രസിൻ്റെ ഒരു ഇടം പൂർണ്ണമായിട്ട് പല സംസ്ഥാനങ്ങളിലും ആ കോൺഗ്രസിൻ്റെ ഇടം BJP കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഡൽഹിയിലും ഉത്തർപ്രദേശിലൊന്നും കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. മറ്റ് പല സംസ്ഥാനങ്ങളും BJP കഴിഞ്ഞാൽ അടുത്ത പാർട്ടി കോൺഗ്രസ്സാണ്. അപ്പോൾ ആ കോൺഗ്രസ്സിനെ ഇല്ലാതാക്കി കോൺഗ്രസ്സിലേക്ക് വരുന്നൊരു സ്വാഭാവികമായുള്ളൊരു വരവ് BJPയിലേക്ക് ആക്കുക എന്നുള്ളതിൻ്റെ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പത്മജ വേണുഗോപാലിനെയും അനിൽ ആൻ്റണിയും. അല്ലാതെ പത്മജ വന്നതുകൊണ്ട് ആ നിയോജക മണ്ഡലത്തിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലങ്ങളിലെയോ വോട്ട് കൂടുമോ എന്നുള്ളത് നോക്കിയല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അനിൽ ആൻ്റണി കോൺഗ്രസിൻ്റെ AICCയിലെ സാങ്കേതിക വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. കേരളത്തിലും IT സെല്ലിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹം വന്ന ഉടനെ അദ്ദേഹത്തിന് പത്തനംതിട്ട സീറ്റാണ് കൊടുത്തിരുന്നത്. അപ്പോൾ മറ്റെല്ലാ പാർട്ടികളും ഇടതുപക്ഷ മുന്നണിയിലും വലതുപക്ഷ മുന്നണിയിലൊക്കെ പോയ ശേഷം BJPയിലെത്തിയ PC ജോർജ്, അത് ഒരു ഫയർ ബ്രാൻഡ് നേതാവാണ് PC ജോർജ്. ഒരുപാട് ന്യൂനതകളുണ്ടാകും, പക്ഷേ അദ്ദേഹം ഒരു ഫയർ ബ്രാൻഡ് നേതാവാണ്. അദ്ദേഹത്തിന് പോലും പത്തനംതിട്ട സീറ്റ് കൊടുക്കാതെ അനിൽ ആൻ്റണിക്ക് സീറ്റ് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഇപ്പം പത്മജ വന്നാൽ പത്മജയ്ക്ക് ഒരുപക്ഷെ ചാലക്കുടിയിലോ ഇനി വേണേൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിർത്തും. അപ്പം അത് കേരളത്തിലെ കോൺഗ്രസിൽ നിന്നുള്ളൊരു ഒഴുക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ശരാശരി കോൺഗ്രസ്സുകാരന് സ്വീകാര്യമായ പാർട്ടിയാണ്. അതായത് AK ആൻ്റണിയുടെ മകന് വരാവുന്ന, K കരുണാകരൻ്റെ മകൾക്ക് വരാവുന്ന ഒരു പാർട്ടിയായിട്ട് മാറുകയാണ്. ഇന്ന് BJPക്കെതിരായിട്ട് പത്മജ പാർട്ടിയിൽ വന്നതിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രതികരിക്കുന്ന പലരും തന്നെ BJPക്ക് വരാൻ ഇരുന്ന ആളുകളാണെന്നാണ് അവർ പറയുന്നത്. അല്ലെങ്കിൽ നാളെ വരുന്ന ആളുകളാണെന്ന് പറയുന്നത്. ഇപ്പം പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് ഒഴുക്കുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാർ തിരിച്ച് പറയുന്നത് CPMൽ നിന്നും വരുന്നുണ്ടല്ലോ എന്നാണ്. അപ്പോൾ ഈ CPMൽ നിന്നും വരുന്നുണ്ടോ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾ വരെ തയ്യാറാക്കിയ ആൾ അനിൽ ആൻ്റണി ആയിരുന്നു. ആ അനിൽ ആൻ്റണി തന്നെ BJPയിലേക്ക് വന്നു എന്നാണ് CPMകാർ പറയുന്നത്. അപ്പോൾ CPMൽ നിന്നും കേരളത്തിൽ BJPയിലേക്ക് ഒരു ഒഴുക്കുണ്ട്. ഇന്നിപ്പം CPMലെ വ്യവസ്ഥാപിതമായ പാർട്ടി മേധാവികൾക്കെതിരായിട്ട്, അഴിമതികൾക്കെതിരായിട്ടും പിണറായി വിജയൻ്റെ കുടുംബാധിപത്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവണതകൾക്കെതിരായിട്ട് പ്രതികരിക്കുന്ന ആളുകൾക്ക് BJPയോട് വിരോധമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അവരും BJPയിലേക്ക് വന്നേക്കാം. കേരളത്തിലെ BJPയിലേക്ക് വന്നത് കൂടുതലും മാർക്സിസ്റ്റ് അണികളിൽ നിന്നാണ്. അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരും സ്വാഭാവികമായിട്ടും BJPയിൽ വന്നേക്കാം. ഇതാണ് അനിൽ ആൻ്റണിയെയും പത്മജ വേണുഗോപാലിനെയും കൊണ്ടുവരുന്നതിന് പിന്നിലുള്ള ഒരു BJPയുടെ ബുദ്ധി. അതല്ലാതെ കേരളത്തിൽ പെട്ടെന്നൊരു ഇലക്ട്രൽ ഗെയിൻ ഉണ്ടാക്കുക എന്നുള്ളതല്ല, മറിച്ച്
ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ എല്ലാ ഗുണങ്ങളും, ഇപ്പം ആ കോൺഗ്രസിൻ്റെ DNA എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു DNA ആണ്. അതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. മതവർഗീയവാദികളെ പ്രീണിപ്പിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടിരുന്നു എന്നൊക്കെയുള്ള ഒരു വിരുദ്ധമായ പിന്നെ ചില സമയത്ത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ അത് കുടുംബാധിപത്യ പാർട്ടിയായിട്ട് മാറി. അതിനെയൊക്കെ നരേന്ദ്രമോദി വളരെ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്, ഫാമിലി പൊളിറ്റിക്സിനെതിരായിട്ട്. ഇങ്ങനെയുള്ള ഒഴിവാക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കാർക്ക് മുഴുവൻ സ്വീകരിക്കാവുന്ന ഒരു പാർട്ടിയായിരുന്ന കോൺഗ്രസിനെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് ആ സ്പേസിലേക്ക് പൂർണ്ണമായിട്ട് BJP ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളിലെയും കടന്നെല്ലാവുന്നു. അപ്പോൾ നേരത്തെ BJP വടക്കേ ഇന്ത്യൻ പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന ഒരു പാർട്ടിയാണ്. ഇന്ന് പടിഞ്ഞാറേ ഇന്ത്യയിലാണെങ്കിലും തെക്കേ ഇന്ത്യയിലാണെങ്കിലും വടക്കേ ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും അങ്ങേയറ്റത്തെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലാണെങ്കിലും എല്ലാ ഭാഗത്തും ഒരു BJPക്ക് വളരെ ശക്തമായൊരു സ്വീകാര്യത വന്നിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പം BJPയിൽ തന്നെ ഉള്ള ആളുകൾക്ക് സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടും അവർ പുറത്തുള്ള ആളുകളെ കൊണ്ടുവരുന്നത്. കാരണം അതൊരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ പത്മജ വേണുഗോപാലിൻ്റെ വ്യക്തിപരമായ ആക്ഷേപിക്കുന്നതിനകത്ത് കാര്യമില്ല. പത്മജ വേണുഗോപാലിന് ഇത്ര വോട്ട് പിടിക്കാൻ പറ്റും. പക്ഷേ പത്മജ വേണുഗോപാൽ ഒരുപക്ഷെ തൃശ്ശൂരിൽ 1000 വോട്ടിന് മാത്രം തോറ്റ് അവർ നല്ലൊരു പ്രോബബിൾ പല സീറ്റിലും ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റാണ്. മറ്റ് പ്രാദേശികമായ പല സാഹചര്യങ്ങൾ കൊണ്ടോ ആരെങ്കിലുമൊക്കെ കാലുവാരിയത് കൊണ്ടോ ആയിരിക്കാം അവർ ഒരുപക്ഷെ തോറ്റുപോയത്. അപ്പം BJPയുടെ ഇന്നത്തെ വോട്ട് കൊണ്ട് ഒരുപക്ഷെ അവർക്ക് ജയിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ജനങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ കഴിവുള്ള നേതാവാണ് പത്മജ വേണുഗോപാൽ. അതേപോലെ തന്നെ അനിൽ ആൻ്റണി ആണെങ്കിലും സാങ്കേതിക മേഖലയിലൊക്കെ വളരെ കഴിവ് തെളിയിച്ച, കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ കഴിവ് തെളിയിച്ച നല്ലൊരു മിടുക്കനായൊരു ചെറുപ്പക്കാരനാണ്. അപ്പം ദീർഘകാലം കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖമായി മാറിയിരുന്ന ആൻ്റണിയെയും കരുണാകരൻ്റെയും അവർ തന്നെ പ്രൊമോട്ട് ചെയ്ത് പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ആളുകളാണ്. പത്മജ വേണുഗോപാലാണെങ്കിലും മുരളീധരനാണെങ്കിലും കരുണാകരൻ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ട് കൊണ്ടുവന്ന ആളാണ്. ആൻ്റണിയുടെയും സഹായമില്ലാതെ ആയിരിക്കില്ല ഒരുപക്ഷെ അനിൽ ആൻ്റണി കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിരിക്കുക. അങ്ങനെ കേരളത്തിലെ നെടുന്തൂണുകളായ കോൺഗ്രസിൻ്റെ നെടുന്തൂണുകളായി ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നേതാവാണ്. അദ്ദേഹം പ്രതിരോധ മന്ത്രിയായിരുന്ന ആളാണ്. കരുണാകരനും വ്യവസായ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ദേശീയ തലത്തിലും, അതുപോലെ തന്നെ ഒരു കിങ് മേക്കർ, നരസിംഹറാവുവിനെ പോലെയുള്ള ആളെ പ്രധാനമന്ത്രിയാക്കാൻ വരെ പ്രവർത്തിച്ച ഒരു കിങ് മേക്കറായിട്ട് മറ്റ് കോൺഗ്രസ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ അംഗീകരിക്കുന്ന ഒരു നേതാവായി മാറിയ വളരെ പാരമ്പര്യമുള്ള 2 നേതാക്കന്മാരാണ് കരുണാകരനും ആൻ്റണിയും. അവരുടെ പിൻതലമുറക്കാർ BJPയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ BJP ഒരു സ്വീകാര്യത നേടിയെടുക്കുക എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വളരെ ഒരു സ്ട്രാറ്റജിക്കലായ ഒരു നേട്ടമാണ് പത്മജ വേണുഗോപാലിലൂടെ അവരുടെ BJP പ്രവേശനത്തിലൂടെ BJP കൈവരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ നമ്മൾ വിമർശിക്കുന്നത് പോലെ പത്മജയ്ക്ക് എത്ര വോട്ട് കിട്ടാൻ പറ്റും, ആൻ്റണി ആർക്കറിയാം, അനിൽ ആൻ്റണി ആർക്കറിയാം എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. എനിക്ക് തോന്നുന്നു മാറി വരുന്ന ഇപ്പോൾ വിമർശിക്കുന്ന പലരും വീണ്ടും BJPയിലേക്ക് വരും. അതുകൊണ്ട് ആരോ പറഞ്ഞതുപോലെ ലാസ്റ്റ് ബസ് പോകും, അതിനു മുമ്പ് ബസ് സ്റ്റാൻഡിൽ എത്തുന്നതാണ് കോൺഗ്രസ്സുകാർക്ക് നല്ലത് എന്നുകൂടി ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.